നമസ്കാരം. അടുത്ത IPL സീസണിന് മുന്നോടിയായി ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ട്രേഡുകളിൽ ഒന്നാണ് ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടേത്. ഹാർദിക് പാണ്ഡ്യ കുറച്ച് വർഷമായി, ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷമായി മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് എന്ന് നമുക്കറിയാം. കാരണം അന്നത്തെ IPL ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി പെട്ടെന്ന് മാറ്റി അവിടെ ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്നത് തന്നെയായിരുന്നു. അന്ന് ഏറ്റവും കൂടുതൽ ഒരു തിരിച്ചടി മുംബൈ ഇന്ത്യൻസ് നേടിയതെന്നാണ്. അതിനുശേഷം പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഓരോ പടി താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. ടീം തന്നെ രണ്ടായി പിളർക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ഹാർദിക് പാണ്ഡ്യ എങ്ങോട്ടായിരിക്കും പോവുക എന്നതാണ് ചോദ്യചിഹ്നം. അവിടെ എല്ലാവർക്കും ഉള്ളൊരു ഉത്തരം, പ്രധാന ഉത്തരമായി വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നാണ്. സഞ്ജു ഉൾപ്പെടെയുള്ള ചെന്നൈ ടീം അംഗങ്ങൾ ഇനി ഹാർദിക് പാണ്ഡ്യയുടെ കീഴിൽ കളിക്കേണ്ടതായി വരുമോ എന്നതാണ് ചോദ്യം. ഋതുരാജ് ഗെയ്ക്വാദോ സഞ്ജുവോ ഒന്നും ക്യാപ്റ്റൻസി എടുക്കാതെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ക്യാപ്റ്റൻസി കൊടുത്ത് ചെന്നൈ ഹാർദിക് പാണ്ഡ്യ വാങ്ങുമോ? സഞ്ജു ഇനി പാണ്ഡ്യയ്ക്ക് താഴെ കളിക്കേണ്ടി വരുമോ? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി മറ്റൊരിടത്ത് നിൽക്കുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്തായാലും മുംബൈ വിടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഹാർദിക് പാണ്ഡ്യ വളരെ കൂർമ്മ ശക്തിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം അങ്ങനെ ഒന്നും തന്നെ സാധാരണ ടീമിലേക്ക് പോകില്ല. മുംബൈയിൽ നിന്ന് പോകുമ്പോൾ അതേ ടീമിനോട് കിടപിടിക്കുന്ന മറ്റൊരു ടീമിലേക്ക് വേണം പോകാൻ. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ മുന്നിലുള്ള സ്യൂട്ട് എന്ന് പറയുന്നത് CSK തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തായാലും CSKയിലേക്ക് തന്നെ പോകും എന്നാണ് എല്ലാവരും കരുതുന്നത്. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം 2027 മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാകും കളിക്കുകയെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ട്രേഡിൽ ഹാർദിക്കിനെ മറ്റൊരു ഫ്രാഞ്ചൈസിക്ക് വിൽക്കാനോ അല്ലെങ്കിൽ ലേലത്തിന് മുൻപ് റിലീസ് ചെയ്യാനോ MIയുടെ പ്ലാൻ ഉണ്ട്. 5 തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമായി ചേർത്ത് ഹാർദിക്കിന്റെ നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേഡിൽ അദ്ദേഹത്തിന് CSK വാങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതിനിടെ ഹാർദിക്കിന്റെ വരവിൽ CSKയിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ സന്തോഷം പ്രകടിപ്പിച്ചു എന്നാണ് പുറത്തുവരുന്ന ചില വിവരങ്ങളിൽ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റിലാണ് ഹാർദിക് പാണ്ഡ്യയുടെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കുള്ള വരവിനെ സഞ്ജു സാംസൺ ഇരു കൈ നീട്ടി സ്വാഗതം ചെയ്തതായി അവകാശപ്പെടുന്നത്. പക്ഷെ ഇതിൽ എത്രത്തോളം ആധികാരിക ഉണ്ടെന്ന് കാര്യത്തിൽ വ്യക്തമല്ല. ഇത്തവണത്തെ IPL സീസൺ അവസാനിച്ചതിന് പിന്നാലെ CSK മാനേജ്മെന്റുമായി സഞ്ജു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ട്രാൻസ്ഫർ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഹാർദിക്കിന് കീഴിൽ കളിക്കാൻ താൻ തയ്യാറാണെന്നും സന്തോഷവാനാണെന്നും അദ്ദേഹം അറിയിച്ചു. ഋഷഭ് പന്തിനെ CSKയിലേക്ക് കൊണ്ടുവരുന്നതിനോട് താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. കാരണം വിക്കറ്റ് കീപ്പർ റോളിൽ തുടർന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് സഞ്ജു അറിയിച്ചത്. ഋഷഭ് പന്ത് വന്നാൽ ആ പോസ്റ്റ് മാറും, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇഷ്ടമല്ലാതെ പോകുന്നത്. ചെന്നൈയിലേക്കുള്ള ഹാർദിക്കിന് ചേക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. കാരണം മധ്യനിരയിൽ മികച്ച ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യൻ സീം ബൗളിംഗ് ഓൾറൗണ്ടറുടെ അഭാവം അവർക്കുണ്ട്. ഈ റോളിലേക്ക് ഹാർദിക്കിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ തന്നെ തനിക്ക് ആർക്കും തന്നെ നൽകാനില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു കാരണമായി പറയാം, ഇവയ്ക്ക് പുറമെ ക്യാപ്റ്റൻസിയും ഏറ്റെടുക്കാൻ സാധിക്കുന്ന ഒരാൾ കൂടിയാണ് ഹാർദിക്. ട്രേഡിൽ ഹാർദിക്കിനെ വാങ്ങുകയാണെങ്കിൽ അതേ മൂല്യമുള്ള 1-2 താരങ്ങളെ മുംബൈക്ക് CSKക്ക് കൈമാറേണ്ടതായി വരും. അത് ആരൊക്കെയാണെന്ന് ഇതുവരെ നിശ്ചയമായിട്ടില്ല. അല്ലെങ്കിൽ മുഴുവൻ ക്യാഷ് നൽകിയുള്ള ട്രാൻസ്ഫർ ആണ് അടുത്ത ഓപ്ഷൻ. അതിൽ രണ്ടാമത്തേതിനുള്ള സാധ്യത കുറവാണ്. ആദ്യത്തെ ചാൻസ് തന്നെയായിരിക്കും ട്രേഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നതേ സാധിക്കൂ. മുംബൈ ഇന്ത്യൻസുമായുള്ള ഹാർദിക് പാണ്ഡ്യയുടെ ബന്ധം ഇപ്പോൾ പൂർണ്ണമായും തകർന്നിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഈ മാച്ചോടുകൂടി ഈ വർഷത്തോടെ തന്നെ IPLയിൽ നിന്ന് മുംബൈയിൽ നിന്ന് എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഹാർദിക് വിട പറയും എന്നുള്ള കാര്യം നമുക്ക് നന്നായി അറിയാം. ടീമിലെ ഈ ഐക്യമില്ലായ്മയും കളിക്കളത്തിൽ മുംബൈക്ക് വൻ തിരിച്ചടിയാകുന്നുണ്ട്. 6ാം കിരീടം സ്വന്തമാക്കാനുള്ള എല്ലാ ചേരുവകളും ഉണ്ടായിട്ടും ഇത്തവണ MI 9ാം സ്ഥാനത്ത് കൂപ്പുകുത്തുകയായിരുന്നു. ഇതെല്ലാത്തിനും കാരണം ഹാർദിക് ആണെന്ന് അദ്ദേഹത്തിന്റെ തലയിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായി അദ്ദേഹം ഇറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.